നെക്സ്റ്റ് ഈസ് ഇൻ്റഗ്രൽ ഓഫ് സം പർട്ടിക്കുലർ ഫങ്ഷൻസ്. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ടുകളാണ് പഠിക്കാൻ പോകുന്നത്. പിന്നെ അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് അതിനുശേഷം ഡിസ്കസ് ചെയ്യും. അപ്പം ഞാൻ ഈ പറയുന്നതെല്ലാം ബൈ ഹാർട്ട് ആക്കാനുള്ള കാര്യങ്ങളാണ്. പർട്ടിക്കുലർ ഫങ്ഷൻസ് ആദ്യം വരുന്നത് ഇതാണ്. ഇൻ്റഗ്രൽ ഓഫ് 1/x² മൈനസ് a². എക്സ് സ്ക്വയറും എ സ്ക്വയറും യൂസ് ചെയ്തിട്ടുള്ള ഒരു 7-8 സ്റ്റാൻഡേർഡ് റിസൾട്ടുകളുണ്ട്. അതെല്ലാം പ്രൂഫില്ലാതെ വേണം നമ്മൾ പഠിക്കാനായിട്ട്. പ്രൂഫ് ആവശ്യമില്ല. ഇൻ്റഗ്രൽ ഓഫ് 1/x² മൈനസ് a² dx. a² എന്ന് പറഞ്ഞാൽ അതൊരു കോൺസ്റ്റൻ്റ് ആണ്. ലൈക്ക് 3² 5² എന്നൊക്കെ പറയുന്ന പോലെ a² ഒരു ഫിക്സഡ് ആണ്. 1/x² മൈനസ് a² ഇൻ്റഗ്രൽ 1/2a log x മൈനസ് a ബൈ എക്സ് പ്ലസ് എ പ്ലസ് സി ആണ്. ഇതെങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാം. റൈറ്റ് സൈഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്കിതെങ്ങനെ വന്നു എന്നറിയാൻ താല്പര്യമുണ്ടെങ്കിൽ റൈറ്റ് സൈഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ലെഫ്റ്റ് സൈഡ് കിട്ടും. അതാണ് അതിൻ്റെ പ്രൂഫ്. പക്ഷെ പ്രൂഫൊന്നും നമുക്ക് എക്സാമിന് ഇല്ലാത്തതുകൊണ്ട് അത് പറയുന്നില്ല. അപ്പോൾ ഇതാണ് ആദ്യത്തെ റിസൾട്ട്. സ്പെഷ്യൽ ഫങ്ഷൻ എന്ന് പറയും. ഓക്കെ, അടുത്തത് ഇതിന് സിമിലർ ആയിട്ടുള്ളതാണ്. അടുത്തത് ഇൻ്റഗ്രൽ ഓഫ് 1/a² മൈനസ് x². ശരിക്കും പറഞ്ഞാൽ 1ൻ്റെ ഒരു നെഗറ്റീവാണ് സെക്കൻഡ് വൺ. പക്ഷേ എങ്കിലും നമ്മളതൊരു റിസൾട്ടായിട്ട് തന്നെയാണ് പഠിക്കാറ്. 1/a² മൈനസ് x² 1/2a log a പ്ലസ് എക്സ് ബൈ എ മൈനസ് എക്സ് പ്ലസ് സി. ഇത് മാറിപ്പോവരുത്. ഇത് കുറേ തവണ വായിച്ചാൽ ബൈ ഹാർട്ട് ആയിക്കോളും. പിന്നെ എഴുതി നോക്കാം. അടുത്തത് തേർഡ് വൺ. ഇൻ്റഗ്രൽ ഓഫ് 1/√a² മൈനസ് x². എല്ലായിടത്തും a² ഒരു കോൺസ്റ്റൻ്റ് ആണ്. 1/√a² മൈനസ് x² എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ആണ് പ്ലസ് സി. ഓക്കെ, സോ ഇത് ബൈ ഹാർട്ടാക്കാൻ ശ്രദ്ധിക്കണം. റൂട്ടില്ലാത്തപ്പോഴും റൂട്ടുള്ളപ്പോഴും ശ്രദ്ധിക്കുക. ഫോർമുലയിൽ നല്ലൊരു ചേഞ്ച് വരുന്നുണ്ട്. സെക്കൻഡ് ഫോർമുലയിൽ റൂട്ട് ഉണ്ടായിരുന്നില്ല. തേർഡ് ഫോർമുലയിൽ റൂട്ട് വന്നു. ഫോർമുലയിലുള്ള ചേഞ്ച് നോട്ട് ചെയ്യണം. അപ്പോൾ റൂട്ടൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം എഴുതാനായിട്ട്. മിസ്സായി പോവരുത്. അടുത്ത റിസൾട്ട് ഇൻ്റഗ്രൽ 1/x² പ്ലസ് a². 1/a ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ആണ് ഫോർമുല. നെക്സ്റ്റ് ഇൻ്റഗ്രൽ 1/√x² പ്ലസ് a². ഇവിടെ പ്ലസ് a² ആവാം അല്ലെങ്കിൽ മൈനസ് a² ആവാം. ഇപ്പം ഞാൻ പ്ലസ് a² എന്ന് വായിക്കുകയാണ്. മൈനസ് a² വരുമ്പോൾ റൈറ്റ് സൈഡിൽ മൈനസ് a² ആക്കിയാൽ മതി. ഞാൻ ഇത് വായിക്കാം, അപ്പം മനസ്സിലാവും. ഇൻ്റഗ്രൽ 1/√x² പ്ലസ് a² എന്തായിരിക്കും? ലോഗ് എക്സ് പ്ലസ് √x² പ്ലസ് a². അത് പഠിച്ചാൽ മതി. ഇവിടെ പ്ലസ് a² പകരം മൈനസ് a² ആണ് വരുന്നതെങ്കിൽ റൈറ്റ് സൈഡിൽ പ്ലസ് a² മാറ്റി മൈനസ് a² ആക്കിയാൽ മതി. അപ്പോൾ അത് സെപ്പറേറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല. പ്ലസ് a² ഫോർമുല പഠിച്ചു വെക്ക്. പ്ലസ് a² പകരം മൈനസ് a² ആണ് വരുന്നതെങ്കിൽ റൈറ്റ് സൈഡിൽ ആ പ്ലസ് a² മാറ്റി മൈനസ് a² ആക്കിയാൽ മതി. വേറൊരു ചേഞ്ചും ഇല്ല. സിക്സ്ത് റിസൾട്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രേഷൻ എത്തുമ്പോൾ സർക്കിളിൻ്റെ ഒരു പാർട്ടിൻ്റെ ഏരിയ കാണാനും എലിപ്സിൻ്റെ ഏരിയ കാണാനും ഇത് ആവശ്യം വരും. ഇൻ്റഗ്രൽ √a² മൈനസ് x² dx. a² ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. ഇതിൻ്റെ ഫോർമുല വരുന്നത് x/2 ഇൻറ്റു √a² മൈനസ് x² പ്ലസ് a²/2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. ബൈ ഹാർട്ടാക്കണം. ആൻഡ് ലാസ്റ്റ് വൺ ഇൻ്റഗ്രൽ √x² പ്ലസ് a². ഞാനിപ്പോൾ പ്ലസ് a² ആണ് വായിക്കുന്നത്. മൈനസ് a² വരികയാണെങ്കിൽ റൈറ്റ് സൈഡിൽ പ്ലസ് a² വരും മൈനസ് a² ആക്കിയാൽ മതി. അപ്പോൾ മൈനസ് a² സെപ്പറേറ്റ് ബൈ ഹാർട്ട് ആക്കേണ്ട ആവശ്യമില്ല. ഇൻ്റഗ്രൽ √x² പ്ലസ് a² ഈക്വൽ ടു x/2 ഇൻറ്റു √x² പ്ലസ് a² പ്ലസ് a²/2 log x പ്ലസ് √x² പ്ലസ് a² പ്ലസ് സി. ഇത്രയും കാര്യങ്ങൾ ബൈ ഹാർട്ട് ആക്കണം. ഇത് പഠിച്ചാൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള പ്രോബ്ലംസുകൾ ചെയ്യാൻ പറ്റുള്ളൂ.